ഫ്രണ്ട്സ്, ഇന്ന് ഷോർട്സിനെ കുറിച്ചാണ് പറയുന്നത്. അതും പുരുഷന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്ലോത്തിങ് ഐറ്റമാണ് ഷോർട്സ്. ഇനി നമുക്ക് ഷോർട്സിൻ്റെ എന്തൊക്കെ പാരാമീറ്റേഴ്സ് ഓക്കെ ആകുമ്പോഴാണ് ഒരു ഷോർട്സ് നമുക്ക് ഫിറ്റ് ആവുന്നത് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം, ഷോർട്സ് ലോ വേസ്റ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. അതായത് 3 ടൈപ്പ് രീതിയിൽ ഷോർട്സ് വരുന്നുണ്ട്. ഹൈ വേസ്റ്റ്, മിഡ് വേസ്റ്റ്, ലോ വേസ്റ്റ്. ഇതിൽ ലോ വേസ്റ്റ് ആണ് പുരുഷന് ഏറ്റവും ഇഷ്ടം. രണ്ടാമത്തെ കാര്യം, തൈ ഏരിയ ഷുഡ് ബി സ്ട്രെയിറ്റ് എന്നാണ്. അതായത് തുടഭാഗത്തെ അതായത് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ കറക്റ്റ് ക്ലോത്തിങ് ആ സ്ട്രെയിറ്റ് ലൈനിൽ തന്നെ നിൽക്കണം. ഇങ്ങനെ കയറി നിൽക്കരുത്, കറക്റ്റ് സ്ട്രെയിറ്റ് ലൈനിൽ തന്നെ വരണം. അത് ഷോർട്സിൻ്റെ ബാക്ക് സൈഡ് ആയാലും കറക്റ്റ് സ്ട്രെയിറ്റ് ലൈനിൽ തന്നെ തൈ ഏരിയ നിൽക്കണം. സ്ട്രെയിറ്റ് ലൈൻ തന്നെ ആയിരിക്കണം. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ബാക്ക് സൈഡ് ആണ്. ബാക്ക് സൈഡ് അതിപ്പോൾ ജീൻസ് പാൻറ്റിൻ്റെ ആയാലും ഡെനിം ഷോർട്സിൻ്റെ ആയാലും ബാക്ക് സൈഡ് എന്ന് പറയുന്നത് ഏകദേശം ഇതേപോലെ തന്നെ ആയിരിക്കണം. ഒരു ബോക്സർ ഷോർട്സ് ഇട്ടാൽ എങ്ങനെ ഇരിക്കുമോ ആ രീതിയിൽ തന്നെ ആയിരിക്കണം ബാക്ക് സൈഡ്. അതാണൊരു പെർഫെക്റ്റ് എക്സാമ്പിളായിട്ട് എനിക്ക് പറയാനുള്ളത്. ബാക്ക് സൈഡ് ഈ രീതിയിലുള്ള ഷോർട്സ് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അത് ഡെനിമിലെ ഷോർട്സ് തന്നെ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഷോർട്സിൻ്റെ മെറ്റീരിയലിനെ പറ്റി ഞാൻ അടുത്ത് ഉടനെ തന്നെ പറയുന്നുണ്ട്. ഈ വീഡിയോ തന്നെ അവസാനം ഞാൻ പറയുന്നുണ്ട്, അപ്പോൾ പറയാം. ഇപ്പോൾ ബാക്കിലെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു ബോക്സർ ഷോർട്സ് ഇട്ടാൽ എങ്ങനെ ഇരിക്കുമോ ആ രീതിയിൽ തന്നെ ആയിരിക്കണം. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഷോർട്സ് ചെറുതായിരിക്കണം എന്നുള്ളതാണ്. ഷോർട്സ് ചെറുതായിരുന്നാലേ അതിന് ഭംഗി വരത്തുള്ളൂ. എത്ര ചെറുതാവുന്നോ അത്രയ്ക്കും ഭംഗി വരും. അതുകൊണ്ട് തന്നെയാണ് അതിന് ഷോർട്സ് എന്ന് പറയുന്നത്. ഷോർട്സിന് ലെങ്ത് പാടില്ല. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ഷോർട്സ് നല്ല ടൈറ്റ് ആയിരിക്കണം. ഒരു സ്ഥലത്തും ലൂസ് ആവാൻ പാടില്ല. എല്ലാ സ്ഥലവും നല്ല ടൈറ്റായിട്ട് വേണം ഇരിക്കാൻ. എങ്കിലേ ഒരു പവർഫുൾ ലുക്ക് നമുക്ക് വരത്തുള്ളൂ. അപ്പോൾ ഇത്രയും 5 കാര്യങ്ങളാണ് ഷോർട്സിൻ്റെ കാര്യത്തിൽ നോക്കേണ്ടത്. ഇപ്പോഴും നിങ്ങൾക്ക് ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ കാണും. അതൊക്കെ ഞാനിപ്പോൾ തന്നെ ഈ വീഡിയോ തന്നെ സോൾവ് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾക്കുള്ള ഡൗട്ട് എന്ന് പറയുന്നതിൻ്റെ കളറിനെ പറ്റിയായിരിക്കും. ഏത് കളർ ഞാൻ ചൂസ് ചെയ്യണം? അപ്പോൾ ഞാൻ പറയുന്നത് ഏത് കളർ വേണോ, ഡെനിമിലെ ഏത് കളർ വേണോ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അത് ബ്ലൂ ജീൻസ് ക്ലോത്തിൻ്റെ മെറ്റീരിയൽ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതിലെ ഷോർട്സ് ആയിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ വൈറ്റ് ഡെനിം, അതും നല്ലതാണ്. പിന്നെ ഷെയ്ഡഡ് ജീൻസ് ഉണ്ടല്ലോ, പലയിടത്തും ഷെയ്ഡ് വീണതും, അതൊക്കെ വളരെ നന്നായിരിക്കും. ഷെയ്ഡഡ് ജീൻസ്, ഷെയ്ഡഡ് ബ്ലൂ കളർ, അതൊക്കെ വളരെ നന്നായിരിക്കും. പിന്നെ ചില ഷോർട്സിന് താഴോട്ട് വരുമ്പോൾ, തൈ ഏരിയയിൽ വരുമ്പോൾ ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള എൻഡിങ് ആയിരിക്കും. അതായത് കത്രിക ഉപയോഗിച്ച് ഒരു ഷോർട്സ് വെട്ടിയാൽ എങ്ങനെ ഇരിക്കും അതേപോലെ ഏറ്റവും താഴെ സ്റ്റിച്ച് ചെയ്യാതെ രീതിയിൽ ഇൻഡെഫിനിറ്റ് ആയിട്ട് കിടക്കും. അതും സ്റ്റൈലുള്ള സാധനമാണ്. പക്ഷെ അത് ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യില്ല. അതായത് ഒരു ഷോർട്സ് ഒരു ലിമിറ്റഡ് കാലയളവിൽ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ അത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. കാരണം അത് നമ്മൾ കഴുകി യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സോളിഡ് സ്റ്റേറ്റ് നഷ്ടപ്പെടും. പിന്നെ അത് നമ്മൾ അതൊരു നല്ല ഷോർട്സ് ആവത്തില്ല. പിന്നെ പാൻറ് വെട്ടി ഷോർട്സ് ആക്കിയതുപോലെ നമുക്ക് തോന്നിക്കും. അപ്പോൾ പുതിയത് വാങ്ങുമ്പോൾ അതിൻ്റെ താഴെയുള്ള ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള കട്ടിങ് എന്ന് പറയുന്നത് വളരെ ഭംഗിയായിരിക്കും. പക്ഷെ അത് പോകെ നമ്മൾ കഴുകി ഉപയോഗിക്കുമ്പോൾ അത് കൊള്ളാതെ വരും. അപ്പോൾ
ചില ആക്ട്രസസൊക്കെ ഒരു ഷോർട്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് കഴുകി ഉപയോഗിക്കാൻ അവർ നിൽക്കത്തില്ല. ഒരു ഷോർട്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് അങ്ങ് കളഞ്ഞിട്ട് പുതിയത് വാങ്ങുകയുള്ളൂ. അങ്ങനെയുള്ളവർക്ക് ഇത് ബെസ്റ്റ് ആയിരിക്കും. അല്ലാത്തവർക്ക് ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള എൻഡിങ് അത്ര നല്ലതല്ല. ഇനി അതിന് കാരണം അതിൻ്റെ സോളിഡ് സ്റ്റേറ്റ് ഒരു 5-6 തവണ കഴുകി ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിൻ്റെ സോളിഡ് സ്റ്റേറ്റ് നഷ്ടമാവും. പിന്നെ ഈ തൂങ്ങിക്കിടക്കുന്ന നൂലുകളൊക്കെ പഴഞ്ചനായി പോകുന്നത് നമുക്ക് എടുത്ത് കാണാൻ പറ്റും. അതുകൊണ്ടാണ് അത് ഞാൻ റെക്കമെൻഡ് ചെയ്യാത്തത്. പക്ഷേ ഒരു തവണ ഉപയോഗിച്ചിട്ട് അടുത്ത തവണ ഉപയോഗിക്കാതിരിക്കുന്ന ആൾക്കാർക്ക് അതൊരു ബെറ്റർ ചോയ്സാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ആ കാര്യം ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഇൻഡെപ്തായിട്ട് ഞാൻ ഈ കാര്യം നല്ലപോലെ സംസാരിക്കുകയാണ് നിങ്ങളുടെ അടുത്ത്. പിന്നെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ മെറ്റീരിയൽ എന്തായിരിക്കണമെന്നായിരിക്കും. അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മെറ്റീരിയലിനെ പറ്റിയാണ്. ഇതിൻ്റെ മെറ്റീരിയൽ ഡെനിമാണ്. ഇതിൻ്റെ മെറ്റീരിയലിനെ പറ്റിയാണ് അടുത്ത് പറയുന്നത്. മെറ്റീരിയൽ ഡെനിം ആയിരിക്കണമെന്നാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയൻ. കാരണം ഡെനിം എന്ന് പറഞ്ഞാൽ നല്ല കട്ടിയുള്ള ഫാബ്രിക്കാണ്. ഡെനിം ആയിരിക്കണം ഇതിൻ്റെ മെറ്റീരിയൽ. പിന്നെ അടുത്ത് പറയാനുള്ള മെറ്റീരിയൽ എന്ന് പറയുന്നത് കോട്ടൺ ഫാബ്രിക്കാണ്. കോട്ടൺ ഫാബ്രിക്കിൽ തന്നെ നല്ല കട്ടിയുള്ള കോട്ടൺ ഫാബ്രിക്കാണ് അടുത്ത് പറയാനുള്ള മെറ്റീരിയൽ. ഇങ്ങനെ 2 മെറ്റീരിയൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇനി ഞാൻ പറയാനുള്ളത് ഇത് എവിടെയൊക്കെ ഇടാമെന്നുള്ളതിനെ പറ്റിയാണ്. ഇത് ഒന്നാമത് ഇടാൻ പറ്റിയ സ്ഥലം എന്ന് പറയുന്നത് ബെഡ്റൂമിലിടാം. രണ്ടാമത് ഇടാൻ പറ്റിയ സ്ഥലം എന്ന് പറഞ്ഞാൽ ടൂർ പോകുമ്പോൾ ഏതെങ്കിലും ഗോവ, മണിപ്പൂർ പോലെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമുക്ക് ഇടാൻ പറ്റും. ഇനി ഇത് ഏതിൻ്റെയൊക്കെ കൂടെ ഇടാം എന്നതിനെ പറ്റി ഇനി അടുത്ത് ഞാൻ പറയാം. ഇനി ഇത് ഏതിൻ്റെയൊക്കെ കൂടെ ഇടാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് ഏതിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാമെന്നുള്ളതിനെ പറ്റി ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ഒന്നാമത് പെയർ ചെയ്യാൻ പറ്റിയത് ഇന്നർ ബനിയൻ്റെ കൂടെ ഈ ഷോർട്സ് പെയർ ചെയ്യാൻ പറ്റും. ഇന്നർ ബനിയനാണ് ബെസ്റ്റ് ചോയ്സ്. ഇന്നർ ബനിയനും ഈ ഷോർട്സും ഇടാൻ പറ്റും. അത് വിത്തൗട്ട് എ ജാക്കറ്റ് ഇന്നർ ബനിയൻ്റെ കൂടെ നമുക്ക് ഈ ഷോർട്സ് ഇടാൻ പറ്റും. ഇന്നർ ബനിയനും ഷോർട്സും മാത്രം ഒരു നല്ല കോമ്പിനേഷനാണ്. നമുക്ക് ബെഡ്റൂമിലിടുന്നത് പുരുഷന് ഏറ്റവും ഇഷ്ടമായിരിക്കും ഇന്നർ ബനിയനും ഷോർട്സും. രണ്ടാമത്തെ പെയർ എന്ന് പറയുന്നത് ടീഷർട്ടും ഷോർട്സുമാണ്. അതും ബെറ്റർ ചോയ്സാണ്. പക്ഷേ ഇതിലൊരു എക്സെപ്ഷൻ ഉണ്ട്. ടീഷർട്ട് ബോഡി ഫിറ്റ് ആയിരിക്കണം. അതിൽ ലൂസ് ആവാൻ പാടില്ല. എല്ലാ സ്ഥലവും ബോഡി ഫിറ്റ് ആയിരിക്കണം ടീഷർട്ട്. ഈ ഒരൊറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. ടീഷർട്ട് ഏത് കളർ വേണോ ആവാം. അപ്പം അത്രേ ഉള്ളൂ, ടീഷർട്ടും ഷോർട്സും. ഇനി മൂന്നാമത് ഇടാൻ പറ്റിയത് ടൂണിക് ടോപ്പും ടീഷർട്ടും. ടൂണിക് ടോപ്പിന് മറ്റൊരു പേര് കൂടെ ഉണ്ട്, ഡിസൈനർ ടോപ്പ് എന്നുണ്ട്. അപ്പോൾ ടൂണിക് ടോപ്പും ഷോർട്സും ഇടാം. ഇതിലൊരു കണ്ടീഷനുള്ളത് ടൂണിക് ടോപ്പ് വൈറ്റ് ആണ് നല്ലത് എന്നുള്ളതാണ്. വൈറ്റ് ടൂണിക് ടോപ്പും ബ്ലൂ ഡെനിം ഷോർട്സും ആവുന്നത് നല്ലതാണ്. അപ്പോൾ എല്ലാത്തിൻ്റെ കൂടെയും നമുക്ക് പെയർ ചെയ്യാൻ പറ്റിയൊരു സാധനമാണ് ബ്ലൂ ഡെനിം ഷോർട്സ്. എല്ലാത്തിനോടെയും പെയർ യൂണിവേഴ്സലാണ്. അതുകൊണ്ട് ഒരു പെയർ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കണം. ഒരു ബ്ലൂ കളർ ഷോർട്സ് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കണം. ഇനി അടുത്തത് പെയർ ചെയ്യാൻ പറ്റിയത് കാഷ്വൽ ഷർട്ടിൻ്റെ കൂടെയാണ്. കാഷ്വൽ ഷർട്ടിൻ്റെ കൂടെ യഥാർത്ഥത്തിൽ ഷോർട്സ് പെയർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയേണ്ടി വരും. കാഷ്വൽ ഷർട്ട് എനിക്ക് തോന്നുന്നു കാഷ്വൽ ഷർട്ടായിരിക്കണം. വൈറ്റ് ആണെങ്കിൽ ബെറ്ററാണ്. വൈറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. വൈറ്റ് ഷർട്ട് ബോഡി ഫിറ്റ് ആയിരിക്കണം. അത് ഷോർട്സിൻ്റെ കൂടെ നമുക്ക് പെയർ ചെയ്യാൻ പറ്റും. അടുത്ത് പറയാനുള്ള കാഷ്വൽ ഷർട്ട് എനിക്ക് തോന്നുന്നു ചെക്ക് ഷർട്ട് യോജിക്കുമായിരിക്കും. പക്ഷെ യോജിപ്പിച്ചെടുക്കാനൊക്കെ ഭയങ്കര പാടാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ ഇന്നർ ബനിയനും ടീഷർട്ടും ടൂണിക് ടോപ്പും ഇതിൻ്റെ കൂടെ നമുക്ക്
പെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം.